ഹായ് ഹലോ നമസ്കാരം. ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വലുതായിട്ടൊന്നും ഉള്ളയില്ല. ഞാനൊരു അക്കച്ചിയുടെ, അതായത് ആരുടെയും മൂഡ് താങ്ങാത്ത ഒരുത്തിയുടെ ഒരു വീഡിയോ ഞാനിപ്പോൾ ഒന്ന് കാണാനിടയായി. കാരണം അവൾക്കങ്ങ് പൊള്ളിപ്പോയി. ഇവള് എന്നെ രേണുവിനെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ അവൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ? അപ്പോൾ അത് 5 ദിവസമായിട്ടും 200 സംതിങ് വരെ കണ്ടിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ അതിനകത്തൊരു കമൻറ്റ് ഇട്ട്, അതായത് 5 ദിവസം ആയല്ലോ ഇട്ടിട്ട് വേണ്ടത്ര ഓടുന്നില്ലല്ലോ, കഷ്ടം. അത് മാത്രമാണ് ഞാനൊരു മെസ്സേജ് ഇട്ടത്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആരുടെയും, ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ആരുടെയും മൂഡ് താങ്ങി അല്ലാത്ത മഞ്ജു ഇട്ടൊരു വീഡിയോ. അതെങ്ങനെ മാറും? നിന്നെ കാണുമ്പോഴേ ചൊറിഞ്ഞോണ്ടിരിക്കുമല്ലയോ, പിന്നെ എങ്ങനെ മാറും? ബാക്കി ഇവിടെ പറച്ചിൽ കേട്ടാത്തോന്നും യൂട്യൂബ് ചാനലേ കണ്ടുപിടിച്ചത് ഇവളാണെന്ന്. അല്ല മോളെ, നീ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ എന്ന് തുടങ്ങിയതാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി കൂടിയടി നിനക്ക്. ഈ ഫേസ്ബുക്ക് ഐഡിയും ഈ യൂട്യൂബ് ചാനലും ഒക്കെ ഞാൻ 3-4 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് മനസ്സിലായി. നിനക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് കൂടുതലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കേട്ടോ. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ല. പിന്നെ എന്റെ കണ്ടന്റ് യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസും അല്ല. എന്റെ കണ്ടന്റ് അത് മനസ്സിലായി. ഈ നിങ്ങളന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. പണ്ടിട്ടിരിക്കുന്ന ഒന്നും റിയാക്ഷൻ വീഡിയോ അല്ല കേട്ടോ. പക്ഷേ കണ്ടന്റ് രേണു തന്നെ ആയിരുന്നു അന്ന് അവൾ ഇട്ടിരുന്ന. പക്ഷേ എല്ലാം പോസിറ്റീവായിട്ടായിരുന്നു, രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ അന്ന് അവൾ ആ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾ സദ്യ കഴിച്ചുകൊണ്ടിരുന്നത്. അവളെ ഒന്ന് നെഗറ്റീവ് ആക്കിയപ്പോൾ ബിരിയാണിയും കുഴിമന്തിയുമായി. അതാരെങ്കിലും വേണ്ടെന്ന് വെക്കുവോ? അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും ട്രാവൽ പോവാണ്, അതിനുള്ള വീഡിയോസ്, അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട്. പിന്നെ കാണും ട്രാവലിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടാ റീച്ച് കിട്ടാതിരിക്കില്ല. ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം? നിങ്ങൾ ഈ ഒരു കമന്റ് നോക്കിക്കേ. 5 ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട്, വലുതായിട്ട് അങ്ങോട്ട് ഓടുന്നില്ലല്ലോ, താങ്ങുക. എടേ, ഇത് ഞാൻ രഹസ്യമായിട്ടല്ലല്ലോ ഇട്ടത്, പരസ്യമായിട്ട് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടല്ലേ ഇട്ടത്. രഹസ്യമായിട്ട് ഇടുകയാണെങ്കിൽ നിന്റെ മെസ്സഞ്ചറിൽ പ്രത്യേകിച്ചൊന്നും തന്നാൽ മതിയായിരുന്നല്ലോ. നീ വന്നിട്ട് ഫേസ്ബുക്കിൽ നോക്കടി. പിന്നെ എനിക്ക് ഇവിടെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കലല്ലേ എന്റെ ജോലി. ഓടി വീഡിയോ ഇപ്പൊ ഒരു 80K എങ്കിലും ആയിട്ടുണ്ടാവും. അമ്മ 80K ഫേസ്ബുക്കിലിട്ട വീഡിയോക്ക് 80K ആയിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഓടും അത്യാവശ്യമല്ല, അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. രേണുസുധിയെ മൂടും താങ്ങി കൊണ്ട് നടന്നു. അതെ, ഞാൻ മൂട് താങ്ങോടി. നിന്റെ കണക്ക് 2 കരണം അറിയുന്ന ആളല്ല ഞാൻ. ഉൾട്ട തിരിയുന്ന കണക്ക് ഒരാളെ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സാമ്പത്തികം കൂടുതൽ കിട്ടുന്നല്ല, വേറൊരാൾ കാശ് വെച്ച് നീട്ടുമ്പോൾ അത് തിരിഞ്ഞ് നെഗറ്റീവ് ആക്കുന്ന ടൈപ്പ് അല്ല മോളെ ഞാൻ, കേട്ടോ. നീ എടി, നിന്റെ മണ്ടയ്ക്കൊട്ട് ആരുണ്ടാക്കാൻ വന്നടി? നീയൊക്കെ ആരാടി? നീ എന്നെ ഉണ്ടാക്കാൻ വരുന്നത് കൊണ്ടാണ് ഞാൻ നെഞ്ചത്ത് 3 അടുപ്പ് വെച്ച് അതിനകത്തിട്ട് നിന്നെ ഉണ്ടാക്കുന്നത്. നീ ഉണ്ടാക്കാതിരുന്ന എനിക്ക് നിന്നെ ഉണ്ടാക്കാൻ വരേണ്ട ഒരാവശ്യമില്ല. നീ ഉണ്ടാക്കിയ ഞാൻ നിന്നെ വിടത്തതുമില്ല. നിന്നെ ഞാൻ ഉണ്ടാക്കി കരിച്ച് ഇളക്കിയെടുക്കും. ഓക്കെ? രേണുസുധി മാത്രമല്ല കണ്ടന്റ്, ഞാൻ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ രേണുസുധിയുടെ കണ്ടന്റ് മാത്രമാണ് റീച്ച് ആവുന്നത്. നിനക്ക് രേണുസുധി മാത്രമാണ് കണ്ടന്റ്. അടി, അതാടി പറഞ്ഞ വ്യക്തിത്വം എന്ന് പറഞ്ഞത്. കാരണം അറിയാൻ ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടിരുന്നു. എനിക്കൊരൊറ്റ ഇൻഷലേ ഉള്ളൂ. നീ തെറ്റിച്ചാണ് പറഞ്ഞതെങ്കിൽ ഒരൊറ്റ ഇൻഷലേ ഉള്ളൂ. ബിഷപ്പും പെട്ടിട്ടുണ്ട്. അയ്യോ പറയരുത്. അത് പറയുമ്പോ തേനും വയമ്പും നാവിൽ നിന്നും. അതെ, റൊട്ടക്റ്റ് ചെയ്യാതെ നിർത്താമെന്ന് വെച്ചാൽ നീ ഒന്നും സമ്മതിക്കത്തില്ലല്ലോ. ഞാൻ നിർത്തിയതല്ലായിരുന്നു. അപ്പൊ നിനക്കൊക്കെ അല്ലേ ചൊറിച്ചില്? ആ ചൊറിച്ചില് ഞാൻ മാറ്റി തരണ്ടേ? ഒരുപാട് കണ്ടന്റുകൾ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രതികരണമുള്ളവളാണ്. ഇങ്ങോട്ട് ചെറാതാ മോളെ. എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്, നീ ഇങ്ങോട്ട് ചൊറിയാൻ വിരല് ചൂണ്ടിയാൽ ഞാൻ ആ വിരല് ഒടിച്ചിട്ട് ആ ചൊറിച്ചിലിന്റെ ഭാഗം മാത്രം തന്നെ വെട്ടിക്കളയും. അതാ ഞാൻ. നീ നോക്കേണ്ട കാര്യമില്ല. നീ അവിടെ ഇരുന്ന് രേണുസുധിയുടെ മൂടും താങ്ങി അവിടെ ഇരിക്കും. അപ്പൊ ശരി, ഞാൻ രേണുസുധിയുടെ മൂട് തുടക്കം മുതലേ താങ്ങുന്നുണ്ട്. നീ ആരുടെയൊക്കെ മൂടാടി താങ്ങുന്നേ? ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കി. ഇവിടുന്ന് 10 രൂപ അധികം കിട്ടും, അവിടുന്ന് 10 രൂപ കൂടെ കിട്ടുമ്പോ പലരുടെയും മൂട് താങ്ങിയ ഒരു മൂട് ലാസ്റ്റ് കിട്ടാതെ പോവും, കേട്ടോ. അത് പോയി. അവക്കങ്ങ് ഭയങ്കര കുഴപ്പമാണ്. ഇതൊന്നും അല്ല വിറ്റ്, ഇതിനകത്ത് വേറൊരു വിറ്റുണ്ട്. ഈ വീഡിയോക്കകത്ത് വന്ന ഒരു കമൻറ്റ് നിങ്ങളൊന്ന് കാണണം. എൻ്റെ പൊന്നോ, ഞാൻ വിചാരിച്ച് ഫേസ്ബുക്ക് ഇപ്പം അങ്ങ് കത്തിക്കുമെന്ന്.
അതാരാ ഇട്ടേന്ന് കാണണ്ടേ? ചുമ്മാ അല്ല ഇവള് കിടന്നങ്ങ് തിളയ്ക്കുന്നത്. ആ ഫേസ്ബുക്ക് കത്തിക്കുന്ന രീതിയിലുള്ള തീയാ കൊടുത്തിരിക്കുന്നത്. ആ കമൻറ്റ് ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ട് നോക്ക്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഇവൾ പറയുന്നത് കേട്ടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് തെണ്ടും. ഞാൻ തെണ്ടി തന്നെ ജീവിക്കുന്നു. എൻ്റെ പൊന്നു ഫ്രണ്ട്സെ, എൻ്റെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു. Let's go.